മുതിർന്ന കോൺഗ്രസ് നേതാവും പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രിയും ചിത്രകാരനുമായ ഇ വത്സരാജ് രചിച്ച എന്റെ മയ്യഴി എന്ന ആത്മകഥാ ഗ്രന്ഥം പ്രകാശനം ചെയ്തു. കേരള മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദന് നൽകി നിർവഹിച്ചു. പുസ്തക പ്രകാശന ചടങ്ങിന്റെ ഉദ്ഘാടനം പുതുച്ചേരി മുൻ മുഖ്യമന്ത്രി വി നാരായണസ്വാമി നിർവഹിച്ചു. ഇൻഡോ ഫ്രഞ്ച് സംസ്കൃതിയുടെ വിശുദ്ധിയും കാൽപ്പനിക ഭാവനകളും ഉൾച്ചേർന്ന മുകുന്ദന്റെ കൃതികളാണ് മയ്യഴിയെ ആകാശത്തോളം ഉയർത്തിയതെങ്കിൽ സ്വാതന്ത്ര്യാനന്തര മയ്യഴിക്ക് മായികമായ വികസനം സാധ്യതമാക്കിയതുവഴി ഈ വത്സരാജ് ആധുനിക മയ്യഴിയുടെ ശില്പിയായി മാറുകയായിരുന്നുവെന്ന് കേരള മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. മുതിർന്ന കോൺഗ്രസ് നേതാവും പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രിയും AICC അംഗവും ചിത്രകാരനുമായ ഇ വത്സരാജ് രചിച്ച എന്റെ മയ്യഴി എന്ന ആത്മകഥാ ഗ്രന്ഥത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാഹിയിലെ ഇ വത്സരാജ് സിൽവർ ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ രമേശ് ചെന്നിത്തല എന്റെ മയ്യഴി എന്ന പുസ്തകം വിഖ്യാത നോവലിസ്റ്റ് എം മുകുന്ദന് കൈമാറിയാണ് പ്രകാശനം നിർവഹിച്ചത്. ആധുനിക മയ്യഴിയുടെ സൃഷ്ടാവെന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് ശ്രീ വത്സരാജാണെന്ന് അഭിമാനപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ദീർഘകാലത്തെ തൻ്റെ ഭരണപരിചയം അത് ഇവിടെ ചൂണ്ടിക്കാണിച്ച ശ്രീ നാരായണസ്വാമി ചൂണ്ടിക്കാണിച്ച പോലെ ആഭ്യന്തരമന്ത്രിയായി, ആരോഗ്യമന്ത്രിയായി, വ്യവസായ മന്ത്രിയായി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് മാഹിയിലെ ജനങ്ങളും മാഹിക്കാരുമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. തീർച്ചയായും മാഹിക്കാരനല്ലായിരുന്നെങ്കിൽ പോണ്ടിച്ചേരിയുടെ മുഖ്യമന്ത്രിയാകേണ്ട ആളായിരുന്നു വത്സരാജ് എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും ആധുനിക മാഹിയുടെ വളർച്ചയുടെ വഴിത്താരയിൽ വത്സരാജൻ്റെ സേവനങ്ങൾ എന്നും ചരിത്രത്തിൽ സ്മരിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. മലയാളിക്ക്, മാഹിക്ക് മാത്രമല്ല പോണ്ടിച്ചേരി സംസ്ഥാനത്തിന് എന്നും ഓർക്കാൻ കഴിയുന്ന ഒരു പേരാണ് ശ്രീ വത്സരാജൻ്റെ. അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനം പോണ്ടിച്ചേരി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും എന്നെ സ്പർശിച്ചൊരു കാര്യം, ഹെൽത്ത് മിനിസ്റ്ററായിരുന്നു കൊണ്ട് പോണ്ടിച്ചേരിയുടെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങൾക്ക് അദ്ദേഹം ചെയ്ത സേവനങ്ങളാണ് ഒരിക്കലും മറക്കാൻ കഴിയാത്തത്. സർവശക്തനായ ദൈവം അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യത്തോടെ ഇരിക്കാനും നാടിനും സമൂഹത്തിനും ഈ മാഹി എന്ന അതിമനോഹരമായ പ്രദേശത്തിനും ഒത്തിരി സംഭാവനകൾ ഇനിയും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ മയ്യഴി എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് ഹൃദയത്തിൽ തട്ടിയാണ്, മനസ്സിൽ തട്ടിയാണ്. മയ്യഴിയുടെ മണ്ണിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ശക്തനായ ഈ ഭരണാധികാരിക്കും സാമൂഹ്യ പ്രവർത്തകനും രാഷ്ട്രീയ നേതാവുമായ വത്സരാജന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ പുസ്തകം ലോകമറിയുന്ന മലയാളി തലയുയർത്തിപ്പിടിച്ച് അഭിമാനപൂർവ്വം ഓർക്കുന്ന ശ്രീ എം മുകുന്ദൻ നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.
രാഷ്ട്രീയത്തിനപ്പുറം സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ആളാണ് താനെന്നും നോബൽ സമ്മാന ജേതാവ് മാർക്കേസ് മുതൽ പുതുച്ചേരിയിലെ കരുത്തനായ നേതാവ് വത്സരാജ് വരെയുള്ളവർ സുഹൃത്ത് വലയത്തിലെ ശക്തമായ കണ്ണികളായിരുന്നുവെന്ന് പുസ്തകം ഏറ്റുവാങ്ങിയ എം മുകുന്ദൻ പറഞ്ഞു. രാജ്യത്തിന്റെ വികസനത്തിന് അടിത്തറ പാകിയത് നെഹ്റുവായിരുന്നുവെങ്കിൽ കൊച്ചു മയ്യഴിയുടെ വികസനത്തിന്റെ സൃഷ്ടാവ് ഈ വത്സരാജാണെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. സംഘർഷഭരിതമായ ജീവിതവും വേദനയും ലക്ഷ്യബോധവും പ്രതീക്ഷയും എല്ലാം ഉൾച്ചേർന്ന നേതാവിന്റെ ജീവിതകഥ എളുപ്പത്തിൽ വായിച്ചു പോകാവുന്നതാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹത്തിന് ഇപ്പോഴും ചെറുപ്പമാണ്. രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം വിരമിക്കരുതെന്നാണ് തന്റെ ആഗ്രഹമെന്ന് മുകുന്ദൻ പറഞ്ഞു. നല്ല നേതാവ് എന്നും ആത്മവിമർശനം നടത്തുന്നവനായിരിക്കും. നാട് വികസിക്കണമെങ്കിൽ നേതാവ് ഒപ്പമുണ്ടാകണമെന്ന് മുകുന്ദൻ പറഞ്ഞു. അതുപോലെ നമ്മുടെ കൊച്ചു മയ്യഴിയിൽ നമ്മുടെ കൊച്ചു നേതാവും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. നമ്മുടെ മയ്യഴിയുടെ സ്രഷ്ടാവായി. ഇപ്പോൾ പിന്നെ ക്യൂബ കാസ്ട്രോവിൻ്റെ സൃഷ്ടിയാണെങ്കിൽ, ഇന്ത്യ നെഹ്റുവിൻ്റെ സൃഷ്ടിയാണെങ്കിൽ, നമ്മുടെ മയ്യഴിയുടെ സ്രഷ്ടാവ് വത്സരാജാണ്. അത് പറയുന്നതിൽ എനിക്ക് മടിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിന് അപ്പുറമാണ് സൗഹൃദങ്ങൾ. എഴുത്തുകാരൻ എപ്പോഴും യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയണം, മടിക്കരുത് എന്നുള്ളതാണ്. അവസാനം ഈ പുസ്തകം നമ്മുടെ കയ്യിൽ വന്നു. കാണാൻ ഭംഗിയുള്ളൊരു പുസ്തകമാണ്. ഈ പുസ്തകം മനുഷ്യരെ പോലെയാണ്. അപ്പോൾ കാണാൻ ഭംഗിയുള്ള ഒരാൾ നമ്മൾ വീണ്ടും വീണ്ടും നോക്കും. ഈ പുസ്തകവും അങ്ങനെയാണ്. ഈ വത്സരാജൻ്റെ എൻ്റെ മയ്യഴി എന്ന ഈ പുസ്തകവും ഭംഗിയുള്ളതാണ്. അതുകൊണ്ട് നമ്മളത് വീണ്ടും വീണ്ടും നോക്കും, അതിനെ വീണ്ടും വീണ്ടും നമ്മൾ തന്നെ കയ്യിലെടുക്കും. അപ്പോൾ ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്നത് ഒരു നേതാവിൻ്റെ ജീവിതം ഇത്രയും സംഘർഷം നിറഞ്ഞതാണോ എന്ന്. അപ്പോൾ ഒരു നേതാവ് വലിയ കാറിൽ പോകുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. അദ്ദേഹം ഈ ഒരു വലിയൊരു പദവിയിലെത്തിയല്ലോ, കാറിൽ പോകുന്നു, പോലീസുകാരുടെ അകമ്പടിയുണ്ടെന്നൊക്കെ. പക്ഷേ നേതാവ് അവിടെ എത്തുവാൻ വേണ്ടി എത്രമാത്രം യാതനകൾ അനുഭവിച്ച് എത്രമാത്രം സംഘർഷങ്ങളിലൂടെ കടന്നുപോയി എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മേജിക്കാണ്. ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു ദിവസം പെട്ടെന്ന് ഒരു മന്ത്രിയായി മാറുന്നു. അപ്പോൾ നമ്മൾ കാണുന്നത് ഒരു മേജിക്കായിട്ടാണ്. പക്ഷെ അല്ല, അതിൻ്റെ പിന്നിൽ നിരന്തരമായിട്ടുള്ള അധ്വാനങ്ങൾ, അതിൻ്റേതായിട്ടുള്ള സംഘർഷങ്ങൾ, ആശങ്കകൾ, വേദനകൾ ഇതൊക്കെയുണ്ട്. ഇതൊക്കെ കടന്നിട്ടാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു നേതാവാകുന്നതും ഒരു പദവിയിലെത്തുന്നതും. ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് അതാണ്. അത്ര എളുപ്പമല്ല ഒരു നേതാവാകുക എന്നുള്ളത്, അത്ര എളുപ്പമല്ല ഒരു ഭരണാധിപനാകുക എന്നുള്ളത്. അത് വളരെ ദുർഘടകരമായിട്ടുള്ള ഒരു വഴിയാണ്. അതിൽ കൂടെ പോകുമ്പോൾ എല്ലായിടത്തും ശരങ്ങളാണ്, എല്ലായിടത്തും അതിനൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകുമ്പോഴാണ്, ഒരുപാട് യാത്ര ചെയ്യുമ്പോഴാണ് ഒരു നേതാവ് ഉണ്ടാകുന്നതും ഒരു നേതാവ് ഭരണാധിപനാകുന്നതും. അതിൻ്റെ കഥ വളരെ ഭംഗിയായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ പുസ്തകം വായിച്ചപ്പോൾ ഒരിടത്ത് എനിക്ക് വലിയൊരു നിരാശ തോന്നിയത് ഈ വത്സരാജ് നമ്മുടെ മുഖ്യമന്ത്രി ആകേണ്ടതായിരുന്നു എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ ആർക്കോ പറ്റിയ ഒരു കൈത്തെറ്റാണ്, വിധിക്ക് പറ്റിയ കൈത്തെറ്റാണോ നമുക്കറിയില്ല, ദൈവത്തിന് പറ്റിയ ഒരു കൈത്തെറ്റാണോ നമുക്കറിയില്ല. പക്ഷേ ആകേണ്ടതായിരുന്നു, ആയില്ല എന്നുള്ളൊരു ദുഃഖമുണ്ട്. പക്ഷേ ഇനിയും മുമ്പിൽ കാലം ഒരുപാടുണ്ട്. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയ പ്രവർത്തനം, ഇതുവരെ ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം തുടരേണ്ടതാണ്. കാരണം ചെറുപ്പമാണിപ്പോഴും. നോക്കിയാൽ അങ്ങനെ ഒരു വയോധികൻ്റെ ലക്ഷണങ്ങളൊന്നും വത്സരാജിൽ കാണാനില്ല. യൗവനമാണ്, ആരും വേണമെങ്കിൽ പ്രണയിക്കുക പോലും ചെയ്യും. അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം തുടരണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. മയ്യഴിക്കാർക്ക് മാത്രമല്ല പുതുച്ചേരിക്കാർക്കാകെ പ്രിയങ്കരനാണ് ഈ വത്സരാജ് എന്നും പുതുച്ചേരിയിലെ ഇന്ദിരാഗാന്ധി ആശുപത്രി, കാരിക്കാലിലെ തുറമുഖം, അമ്മയും കുഞ്ഞും ആശുപത്രി തുടങ്ങിയ ഒട്ടേറെ വൻകിട പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത് വത്സരാജാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മുൻ മുഖ്യമന്ത്രി വി നാരായണസ്വാമി അഭിപ്രായപ്പെട്ടു. As a young MLA, Sri Valsaraj started his career in public life
In fact, for any politician, it is very difficult to win from one assembly constituency continuously more than 5 times. That is the skill, the ability, the forthrightness, development orientation, and the vision for developing Puducherry was the root cause for people of Mahe accepting him as a leader of Mahe for more than 27 years. You cannot imagine the kind of hard work Mr. Valsaraj did as an MLA, as a minister, in bringing various development schemes for Mahe. In Puducherry, even today, the people of Puducherry remember Sri Valsaraj for his contribution for Puducherry development. In fact, the Indira Gandhi Medical College and Rajiv Gandhi Women and Child Hospital, Karaikal Port, are the hallmark of Valsaraj's achievements. And we had very good association with the national leaders. Our Sri Honorable Leader of the Kerala, Sri Chennithalaji, has been very closely associated to him. In fact, he had very good association with Kerala political leaders, irrespective of party lines. But his mind is only for development, helping the people. One has to do it in full consciousness, which Mr. Valsaraj has done, because he has got all the qualities of a politician, a thinker, a writer, an artist, an architect, and as a good human being. Therefore, from the bottom of my heart, I congratulate him, I thank him for writing this book, because a lot of people ask me, why you are not writing the book? I said it is not my habit, because I don't want to do it, because I have not read his book. I love to reveal several secrets when I write the book, therefore I avoided it. Thank you very much. രമേശ് പറമ്പത്ത് MLA അധ്യക്ഷത വഹിച്ചു. വി വൈദ്യലിംഗം MP, DC ബുക്സ് കോട്ടയം എഡിറ്റർ സാന്ദ്ര R. കുമാർ, മുൻ DGP അഡ്വക്കേറ്റ് T. ആസഫ് അലി, CS ഖൈർവാൾ IAS, DS നേഗി IAS, B. വിജയൻ IAS, ലളിതകലാ അക്കാദമി സെക്രട്ടറി എബി N. ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. സജിത് നാരായണൻ സ്വാഗതവും അസീസ് മാഹി നന്ദിയും പറഞ്ഞു. ഈ വേദിയിലുള്ള എല്ലാവരും തന്നെ എൻ്റെ പുസ്തകത്തിലെ കഥാപാത്രങ്ങളുമാണ്. ആരും അതിൽ നിന്ന് മാറിയിട്ടില്ല. എല്ലാവരും അതിലെ കഥാപാത്രങ്ങളാണ്. വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുന്നവർ, പല സ്ഥലങ്ങളിൽ നിന്നും എത്തിയവർ. ശ്രീ കേർവാൾ അദ്ദേഹം രാജസ്ഥാനിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ശ്രീ നെഗി അദ്ദേഹം ഡൽഹിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ശ്രീ രമേശ് ചെന്നിത്തല ഈ പരിപാടിക്ക് മാത്രമായി തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് വന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ശ്രീ നാരായണസ്വാമിയും അതുപോലെ തന്നെ വൈദ്യലിംഗവും പോണ്ടിച്ചേരിയിൽ നിന്നെത്തിയതാണ്. അപ്പോൾ ഇത്രയും ആളുകൾ എൻ്റെ ഈ പരിപാടിയിൽ വന്നെത്തിയത് തന്നെ ഞാനൊരു വലിയ ഒരു ഹോണറായി കണക്കാക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ആത്മകഥ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അത് എഴുത്തിൻ്റെ രൂപത്തിൽ മാറ്റിയെടുത്ത ശ്രീ ഷിബു ജോസഫിനോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഏകദേശം 7 വർഷക്കാലം കൊണ്ടാണ് ഞാനിത് പൂർത്തിയാക്കിയത്. എൻ്റെ അടുത്ത 2-3 സുഹൃത്തുക്കൾക്കല്ലാതെ വേറെ ആർക്കും തന്നെ ഞാൻ ഈ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതാണ് എന്ന് അറിഞ്ഞിരുന്നില്ല. പിന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും,
വത്സരാജ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ടാകും. ഇതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമോ ദുരുദ്ദേശമോ എനിക്കില്ല എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ തീരുമാനങ്ങളൊക്കെ പഴയ തീരുമാനങ്ങൾ, അത് ആസ് ഇറ്റ് ഈസ് മുന്നിൽ തന്നെയുണ്ട്. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും എൻ്റെ പ്രത്യേകമായ നന്ദി. കാരണം 4:30 മണി മുതൽ എല്ലാവരും ഇവിടെ ഉണ്ട്. 3.5 മണിക്കൂർ ഇവിടെ ഇരിക്കുക എന്നത് തന്നെ പ്രയാസമുള്ള കാര്യമാണ്. ആ ദൗത്യം നിർവഹിച്ച നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ജനപ്രിയമായ പുതുച്ചേരി